അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 11ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിലെ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നോക്കൂ, തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നെക്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ത്വായിഫ്, മക്കയിൽ നിന്ന് 86 കിലോമീറ്റർ അകലെയുള്ള പ്രദേശം. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അബൂ കുബൈസ്, മക്കയിലെ ഒരു പർവ്വതം. ഇനബ്, മുന്തിരി. ഉത്തുബ, ഷെയ്ബ, 2 ഖുറൈശി പ്രമുഖർ. ഹുസുനുൻ, ദുഃഖം. ആമുൽ ഹുസുൻ, ദുഃഖവർഷം. നഹ്ല, മക്കയുടെ സമീപത്തുള്ള ഒരു സ്ഥലം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. നിങ്ങൾ ആദ്യം ചേരുംപടി ചേർക്കുന്നതിന് മുമ്പ് ഈ 2 ഭാഗത്തും കൊടുത്തത് വായിച്ചു നോക്കാം. നമുക്കിപ്പോ അതിന്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. നോക്കൂ, ഉത്തുബ, അതിന് ശരിയായത് ഖുറൈശി പ്രമുഖൻ. അബൂ കുബൈസ്, അതിന് ശരിയായത് മക്കയിലെ ഒരു പർവ്വതം. അദ്ദാസ്, അതിന് ശരിയായത് നീനവ സ്വദേശി. മലക്കുൽ ജിബാൽ, അതിന് ശരിയായത് പർവ്വതങ്ങളുടെ മലക്ക്. കർണു സാലിബ്, അതിന് ശരിയായത് ത്വായിഫിനടുത്തുള്ള ഒരു സ്ഥലം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1ാമത്തെ ചോദ്യം, അദ്ദാസ് ഏത് നാട്ടുകാരനാണ്? ഉത്തരം നീനവ നാട്ടുകാരനാണ്. 2ാമത്തെ ചോദ്യം, ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച്? ഉത്തരം നഹ്ല എന്ന സ്ഥലത്ത് വെച്ച്. 3. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഏതു വർഷം? ഉത്തരം നുബൂവത്തിന്റെ 10ാം വർഷം. 4. അദ്ദാസ് ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് കാരണം? ഉത്തരം യൂനുസ് നബി അലൈഹിസലാം തന്റെ സഹോദരനാണെന്നും അദ്ദേഹം നബിയായിരുന്നെന്നും താനും നബിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസിനോട് പറഞ്ഞു. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ ചുംബിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 6ാമത്തെ ചോദ്യം, ത്വായിഫുകാരെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.